ചാനലിലെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് കേട്ടോ. സമ്മറൊക്കെ വന്നില്ലേ, അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു 3 സമ്മർ സോളിഡ് റെസിപ്പീസാണ് കേട്ടോ പറയാൻ പോകുന്നത്. ഫ്രൂട്ട്സ് തന്നെയാണ് മെയിനായിട്ട് കൊടുക്കാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കുറച്ച് ദാഹവും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ സമ്മറിൽ അവൈലബിൾ ആയിട്ടുള്ള 3 കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പീസ്, സോളിഡ് 6 to 12 months വരെ കൊടുക്കാൻ പറ്റുന്ന സോളിഡ് പൊറിഡ്ജായിട്ടും അല്ലെങ്കിൽ സെമി സോളിഡ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന റെസിപ്പീസാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് മസ്ക് മെലനാണ്. സീസണലാണ് ഇത്. സമ്മറിലൊക്കെ ആകുമ്പോഴേക്കും വാട്ടർ മെലൻ്റെ ഫാമിലി പോലെ തന്നെയാണ് അവൈലബിൾ ആയിരിക്കും. അത് ഈസിയാണ് കേട്ടോ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളത്. മസ്ക് മെലൻ വന്നിട്ട് ജസ്റ്റ് കട്ട് ചെയ്യുക, അതിൻ്റെ സീഡ്സൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കുക. അവൾക്ക് ഞാൻ ആദ്യം ട്രൈ ചെയ്തത് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടാവുമല്ലോ. ഇതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇതിൽ വന്നിട്ട് വൈറ്റമിൻ സി മിനറൽസ് അവൈലബിൾ ആണ്. ഹൈഡ്രേറ്റഡ് ആയിരിക്കും, ശരീരം എപ്പോഴും ചൂട് നിലനിർത്താൻ സഹായിക്കും. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത്. ഞാൻ അതിൻ്റെ എഫക്ട്സ് സൈഡിൽ കൊടുക്കാവുന്നതാണ്. അത് ജസ്റ്റ് നമുക്ക് ഈ മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്യാം. വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാവുന്നതാണ്. സമ്മറിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് കട്ടിയിൽ കൊടുക്കുക. പ്യൂരി ടൈപ്പിലാണ് ഞാനിപ്പോൾ ഇത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ റാഗിയൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് പ്യൂരി മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അവൾക്കത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ കൊടുക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് കുറച്ച് വാട്ടറി ആയിട്ട് വേണമെങ്കിൽ ബോട്ടിലിൽ വേണമെങ്കിലും കൊടുക്കാം. അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് വാട്ടർ മെലനാണ്. നമുക്കറിയാലോ, ഡീഹൈഡ്രേഷൻ ഏറ്റവും നല്ലതാണ്. ഇത് നമുക്ക് കുട്ടികൾക്കായാലും വെള്ളദാഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വാട്ടർ മെലൻ അവൾക്ക് ചെയ്ത്. നിങ്ങൾക്കിപ്പോൾ 6 ടീത്തിങ് ഒക്കെ തുടങ്ങിയ കുട്ടികളാണെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ടും കൊടുക്കാവുന്നതാണ്. അങ്ങനെ കഴിക്കുമ്പോൾ നല്ല രസമാണ്. കുട്ടികളെ ഡീഹൈഡ്രേറ്റ് ആവുന്നതിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇത് കുറയ്ക്കാൻ പറ്റും. കാരണം അത്രയും ചൂടാണ് ഇപ്പോൾ നാട്ടിലൊക്കെ. അതുകൊണ്ട് ഇത് നിങ്ങൾ മസ്റ്റായിട്ട് വാട്ടർ മെലനും അല്ലെങ്കിൽ മസ്ക് മെലനൊക്കെ കൊടുക്കുന്നതാണ്. വാട്ടർ മെലൻ കുറച്ചും കൂടെ മസ്ക് മെലനെക്കാട്ടും നല്ല മധുരവും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഞാൻ ഇതിനെ കട്ട് ചെയ്ത് കുറച്ച് ആദ്യം അവൾക്ക് കഴിക്കാനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജ്യൂസും ആക്കിയിട്ടുണ്ടായിരുന്നു. ജ്യൂസ് പറഞ്ഞാൽ ഇത് പക്ഷേ കുറച്ച് വാട്ടറി ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പ്യൂരി ടൈപ്പിൽ ഇങ്ങനെ കോരി കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ അവൾക്ക് ബോട്ടിലിലാണ് കൊടുത്തത്. നിങ്ങൾക്ക് അങ്ങനെ ബോട്ടിലും ഡ്രിങ്ക് ചെയ്യാൻ കൊടുക്കാം. നല്ലൊരു സമ്മർ ഡ്രിങ്ക് തന്നെയായിരിക്കും. അവർക്ക് ഷുഗറോ ഹണിയോ ഒന്നും ആഡ് ചെയ്യരുത്. അറിയാലോ, ബിലോ 1 years ഇതുപോലത്തെ ഷുഗർ, ഹണി ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഡ്രെയിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കുകയാണെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ ഡ്രെയിൻ ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. നല്ലൊരു വിറ്റമിൻ എ ആൻഡ് സി പിന്നെ വന്നിട്ട് മിനറൽസ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ചൂടിൽ നിന്ന് നിങ്ങൾക്ക് കുട്ടികളെ രക്ഷിക്കാൻ സാധിക്കും. അങ്ങനത്തെ പല ബെനിഫിറ്റ്സ് ഉണ്ട്. ഞാൻ ബെനിഫിറ്റ്സ് വീണ്ടും സൈഡിൽ കൊടുക്കുന്നതാണ്. അടുത്തൊരു റെസിപ്പിയാണ് കേട്ടോ. മാംഗോ വന്നിട്ട്. മാംഗോ നിങ്ങൾക്കറിയാം സീസണിലാണ്. ഒരു ഫെബ്രുവരി മാർച്ചൊക്കെ ആകുമ്പോൾ തുടങ്ങും. ഏപ്രിൽ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് മാങ്ങ അവൈലബിൾ ആണ്. നോർമലി മാങ്ങ ചൂടാണെന്നാണ് പറയുക, പക്ഷേ ഇത് സീസണൽ ഫ്രൂട്ടാണ്. ചൂട് കുട്ടികൾക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങ നല്ലോണം വെള്ളത്തിൽ കുറേ നേരം ഇട്ട് വെക്കുക കേട്ടോ. ഞാനത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ കുട്ടികൾക്ക് ഈ മാങ്ങ കഴിക്കുമ്പോൾ ഡയറിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് ഫസ്റ്റ് കൊടുക്കുമ്പോൾ. എപ്പോഴും നിങ്ങളൊരു റെസിപ്പി കൊടുക്കുമ്പോൾ 2-3 ദിവസം കൊടുത്തു നോക്കുക. കുട്ടികൾക്ക് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലേ നോക്കുക. ഈ മാങ്ങ വന്നിട്ട് വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും ബോഡി ഹീറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറേ നേരം വെള്ളത്തിൽ ഇട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതും വളരെ ഈസിയാണ്. കട്ട് ചെയ്യുക, ജസ്റ്റ് സ്മാഷ് ചെയ്യുക. കുറച്ചും കൂടെ വലിയ കുട്ടികളാണെങ്കിൽ സ്മാഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ കുറച്ച് സാബുദാനയൊക്കെ ഇട്ട് ഖീർ മാരിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ജസ്റ്റ് ഫ്രൂട്ട് മാതിരി തന്നെയാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ 3 റെസിപ്പീസൊക്കെ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സമ്മർ റെസിപ്പീസാണ്. ഭയങ്കര ബെനിഫിറ്റ്സാണ്. കുട്ടികൾക്ക് ചൂട് കാലത്ത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഈ 3 ഫ്രൂട്ട്സും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും. ഞാൻ ഇതിനകത്ത് മാംഗോയിൽ കുറച്ച് കോക്കനട്ട് മിൽക്കാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് ചേർക്കാം, കോക്കനട്ട് മിൽക്ക് ചേർക്കാം. അത് കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ 3 റെസിപ്പീസും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെറിയ ടിപ്സൊക്കെ ട്രൈ ചെയ്യുന്നതാണ്. എന്നാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും.
ഇഷ്ടമാവും. സോ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരയ്ക്കും ടേക്ക് കെയർ. ബൈ.